മകരവിളക്ക് ദിനത്തിൽ ശബരിമലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച ഹൈക്കോടതി 35,000 പേർക്ക് മാത്രമാണ് പ്രവേശനം. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, പറയൂ, ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ. മകരവിളക്ക് ദിനത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് 13-ാം തീയതിയും 14-ാം തീയതിയും, മകരവിളക്ക് 14-ാം തീയതിയാണ്. ആ 2 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അത് 70,000-വും 5,000-വുമാണ്. പക്ഷേ മകരവിളക്കിലെ പ്രത്യേക തിരക്ക് പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം അന്നത്തെ ദിവസം പമ്പയിൽ നിന്നും അതോടൊപ്പം നിലയ്ക്കലിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന ആളുകൾക്കും നിയന്ത്രണമുണ്ട്. 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. 11 മണിക്ക് ശേഷം സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്കുള്ള പ്രവേശനവും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമങ്ങൾക്കും 6 മണി, മകരവിളക്ക് നടക്കുന്ന 6 മുതൽ 7 വരെയുള്ള സമയങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചാനലിൽ നിന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിന് 2 പേർക്ക് മാത്രമാണ് സന്നിധാനത്ത് ഈ സമയത്ത് തുടരാൻ നിയന്ത്രണമുള്ളൂ. കേബിളുകൾ വലിക്കുന്നതിനടക്കം കടുത്ത നിയന്ത്രണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. ചീഫ് കോർഡിനേറ്റർക്കാണ് നടപ്പാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ല വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.